നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സർജൻ മേജർ ജക്രാഫാൻ തോമ ഇന്ന് തായ്ലാന്റിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന പേരുകളിൽ ഒന്നാണിതെന്നാണ് വാർത്ത മാധ്യമങ്ങൾ ഒന്നാകെ വിശേഷിപ്പിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ശനിയാഴ്ച ദിവസം താൻ നിയുക്തനായിരുന്ന സൈനിക ആസ്ഥാനത്ത് നിന്ന് തന്റെ കമാൻഡിംഗ് ഓഫീസറെ വെടിവെച്ചു കൊന്ന് കയ്യിലെടുക്കാൻ പറ്റുന്നത്ര ആയുധങ്ങളെല്ലാം തന്നെ കയ്യിലെടുത്ത് പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങിയ ഈ 32-കാരൻ സൈനിക കമാൻഡോ കൊന്നുതള്ളിയത് 26 നിരപരാധികളെയാണ്. ആ ദിനം തായ്ലാന്റുകാർ ഒരിക്കലും മറക്കില്ല. മിലിറ്ററി ബേസിൽ തുടങ്ങിയ നരസംഹാരം അയാൾ തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ളിലും തുടർന്നു. ഒടുവിൽ സുരക്ഷാ സേനയുടെ കമാൻഡോ സംഘം വന്നിറങ്ങി അയാളെ നിർവീര്യനാക്കിയപ്പോഴേക്കും നിരവധി ജീവനുകൾ പൊലിഞ്ഞു തീർന്നിരുന്നു. വ്യക്തി ജീവിതത്തിലെ മാനസിക സംഘർഷങ്ങളാണ് അയാളെ കൊണ്ട് ഇങ്ങനെ ഒരു കടങ്ക് ചെയ്യിപ്പിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിലും ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. നാഖോൺ രാജസീമയിലെ ഏറ്റവും സജീവമായ ഷോപ്പിംഗ് സെന്ററുകളിൽ ഒന്നാണ് കൊറാട്ട് എന്ന് അറിയപ്പെടുന്ന ടെർമിനൽ 21 എന്ന മാൾ. ശനിയാഴ്ച പ്രാദേശിക സമയം 3 മണിയോടെയാണ് കമാൻഡോ സംഘം മാളിനുള്ളിലേക്ക് കടക്കുന്നതും ആ അസോൾട്ട് ഓപ്പറേഷനിലെ ആദ്യ വെടിവെച്ച മുഴങ്ങുന്നതും. സ്വാറ്റ് ഫോഴ്സ് അകത്തേക്ക് കടന്ന നിമിഷങ്ങൾക്കകം ആ കൊലയാളി സൈനികനെ വധിച്ചു. ആ ആക്രമണത്തിനിടെ ഒരു കമാൻഡോയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ച് മിനിറ്റുകൾക്കകം അയാൾ മരിക്കുകയും ചെയ്തു. തായ് പോലീസ് ഇപ്പോൾ മൃതദേഹങ്ങൾക്കായി ടെർമിനൽ 21 അരിച്ചു പെറുക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മരണസംഖ്യ 26 മാത്രമാണ്. ആക്രമണം നടക്കുമ്പോൾ കോംപ്ലക്സിൽ എത്ര പേരുണ്ടായിരുന്നു എന്നതിന് കൃത്യമായ കണക്കില്ലാത്തത് കൊണ്ടും നിരവധി പേർ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ യൂണിറ്റിൽ കഴിയുന്നത് കൊണ്ടും മരണസംഖ്യ ഇനിയും ഉയരാൻ ഇടയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വെടിവെച്ച് കേട്ടപ്പോൾ തന്നെ ബാത്റൂമിൽ കയറി വാതിലടച്ചും മേശകൾ മറച്ചിട്ട് അതിന് പിന്നിൽ ഒളിച്ചും പറ്റുന്നിടത്തെല്ലാം മറഞ്ഞിരുന്നുമെല്ലാം പലരും ആ കൊലയാളിയുടെ കണ്ണിൽ പെടാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. പലരും ആ ശ്രമത്തിൽ വിജയിച്ചില്ല. പലരെയും തൊമ തിരഞ്ഞു പിടിച്ചു വെടിവെച്ച് കൊല്ലുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തു. അത്തരം ഞെട്ടിക്കുന്ന വാർത്തയാണ് ശനിയാഴ്ച തായ്ലാന്റിൽ നിന്ന് പുറത്തുവന്നത് തന്നെ. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3:30യോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം കുറിക്കുന്നത്. സ്വാതന്ത്ര്യത സൈനികാസ്ഥാനത്ത് കേണൽ അനന്തരോഷ്കറാശയും അയാളുടെ കീഴുദ്യോഗസ്ഥനായ സർജൻ മേജർ ജാക്രഫാൻ തോമയും തമ്മിൽ കടുത്ത വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. തർക്കങ്ങൾക്കൊടുവിൽ മനോനിയന്ത്രണം വെടിഞ്ഞ തോമ തന്റെ മേലധികാരിയെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊല്ലുന്നു. തർക്കത്തിന് സാക്ഷിയായിരുന്ന കേണലിന്റെ 63-കാരിയായ ഭാര്യാമാതാവിനെയും മറ്റൊരു പട്ടാളക്കാരനെയും അയാൾ വധിക്കുന്നു. തുടർന്ന് മിലിറ്ററി ആസ്ഥാനത്തെ ആർമറിയിൽ നിന്ന് കയ്യിലെടുക്കാവുന്ന ആയുധങ്ങൾ കൈക്കലാക്കി ഹമ്മർ മാതൃകയിലുള്ള ഒരു കവചിത്ര വാഹനത്തിലേക്ക് പുറത്തേക്ക് വന്നു. അങ്ങനെ ഒരു കയ്യിൽ അസോൾട്ട് റൈഫിളുമേന്തി കണ്ണിൽ കാണുന്നവരെയൊക്കെ വെടിവെച്ചുകൊണ്ട് ടെർമിനൽ മോളിനുള്ളിലേക്ക് കടന്നു കയറുമ്പോഴും അയാൾ ഫേസ്ബുക്കിൽ വീഡിയോ ലൈവ് പോകുന്നുണ്ടായിരുന്നു. ആദ്യമിട്ട പോസ്റ്റുകൾ ഇനി ആക്ഷൻ ടൈം ആണ്, മരണത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാനാകില്ല എന്നൊക്കെയായിരുന്നു. ആളുകളെ കൊല്ലൽ ഒക്കെ കഴിഞ്ഞ ശേഷം വന്ന പോസ്റ്റുകളിലാകട്ടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ കീഴടങ്ങുന്നതാകുമോ നല്ലത് എന്ന മറ്റുള്ള സംശയങ്ങളും. ആക്രമണം തുടങ്ങി അധികം താമസിയാതെ ആ പോലീസുകാരന്റെ അക്കൗണ്ട് ഫേസ്ബുക്ക് അധികൃതർ റദ്ദാക്കിയിരുന്നു. എന്തായാലും പ്രദേശത്ത് നിലനിന്നിരുന്ന ഭീതി ഒഴിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. ഇനി എത്ര പേർ മരിച്ചു, എത്ര പേർക്ക് പരിക്കേറ്റു എന്നൊക്കെ കണ്ടുപിടിക്കുന്ന തിരക്കിലാണ് പോലീസ്. ഗവൺമെന്റ് ആയുധങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച് നാടിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നിയുക്തനായ ഒരു സൈനിക കമാൻഡോ എങ്ങനെയാണ് അധിക ആയുധങ്ങൾ താൻ സംരക്ഷിക്കേണ്ട ജനങ്ങൾക്ക് നേരെ തന്നെ തിരിച്ച് അവരെ കൊന്നു തള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയതെന്നതും സമാന്തരമായ അന്വേഷണ വിധേയമാക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.